ചങ്ങായിമാരെ ഫിഷർമാൻ ഡയറീസ് ആട്ടോ. പിന്നെ ഒരു 3 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മീനിങ്ങനെ മെർക്കുറി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ ദോഷവശങ്ങളും പറഞ്ഞില്ല. അതായത് പ്രഗ്നൻസി ഉള്ളവർ, അതുപോലെ തന്നെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നവരൊന്നും ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്. കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യും, ബ്രെയിനിന് ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഞരമ്പിൽ പ്രശ്നങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ചോദിച്ചിരുന്നു, ഈ വലിയ മീനുകളിൽ തന്നെ ഈ മെർക്കുറിൻ്റെ അംശമുള്ള മീനുകൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ വലിയ മീനുകളിലുണ്ടാവും, പക്ഷേ മെർക്കുറിൻ്റെ അംശം തിരിച്ചറിയാൻ വേറൊരു വഴിയുണ്ട്, സിമ്പിളായിട്ടുള്ള വഴി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് ട്യൂണയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കി, ഇത് ട്യൂണയാണ്, ഇതൊരു ഐറ്റം ട്യൂണയാണ്. അപ്പോൾ ഇതിൻ്റെ മീൻ നോക്കിയാൽ മതി, മീൻ കണ്ടില്ല കണ്ടേ, ഇത് ഫുള്ള് കറുപ്പാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഈ ട്യൂണതാ, ഇത് വലുതാണ്, മീൻ വലുതാണ്. ഇതിൻ്റെ ഫിന്ന് കണ്ടാൽ മതി. ഫിന്നിൽ ഇതാ യെല്ലോ, ഇതിൽ യെല്ലോ ഫിന്ന്. ഇനിയിപ്പോൾ ഇത് നമ്മളെ തിണ്ടാന്നെടുക്കുക എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ ഫിന്ന് ഇതാ യെല്ലോ. ഇത് കണ്ടല്ലോ, ഇതും ഒരു ട്യൂണാണ്, പക്ഷേ ഇതിലില്ല, യെല്ലോ ആയിട്ടില്ല ഇത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഷേരി എടുക്കുമ്പോൾ ഷേരിക്കില്ല, പിന്നെ നമ്മളെ തിരുതെടുക്കുമ്പോൾ തിരുതക്കില്ല. ഇനി നമ്മൾ വരുന്നത് നമ്മളെ കെഷറാൻ, പിന്നെ ഹമൂറിന്. ഈ ഹമൂർ ഇതാ ഈ യെല്ലോ ആയിട്ടുള്ള ഇതൊക്കെ കൂടുതൽ ഫിന്നിൽ കൂടുതൽ യെല്ലോ കാണുന്നുണ്ടോ, അതിൽ മെർക്കുറിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ തിരിച്ചറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി നമ്മൾ വലിയ മീനോ ചെറിയ മീനൊന്നും തിരഞ്ഞു കൊണ്ട മീനിൻ്റെ കളർ നോക്കരുത് കേട്ടോ. മീനിൻ്റെ കളർ പച്ചയും മഞ്ഞയും ചുവപ്പും വെള്ളമൊക്കെ ഉണ്ടാവും. മീനിൻ്റെ ഫിന്നിൻ്റെ കളർ നോക്കിയാൽ മതി. ഫിന്നിന് മഞ്ഞ കൂടുതലുണ്ടോ, മെർക്കുറിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ.